ഏറ്റവും മനോഹരമായിട്ട് മലയാള സിനിമയിൽ ക്ലോസപ്പുകൾ വെച്ചുള്ള സംവിധായകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത്രയും സൂക്ഷ്മമായിട്ടുള്ള അഭിനയത്തെ, അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ സിനിമകളിലൂടെ പലർക്കും നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ്, കാരണം സാറൊരു സൂക്ഷ്മമായിട്ടുള്ള സിനിമയെ നോക്കിക്കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ആക്ടിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ, ലോഹിത് സാറാണെങ്കിൽ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് സിനിമയെ കാണുന്ന ഒരാൾ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും സിനിമ ഒരുമിക്കുമ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയായിരുന്നു തരണം ചെയ്തിരുന്നത്? ഇല്ല, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതിന് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അത് ക്രിയേറ്റീവ് സ്പേസിലുണ്ടാകുന്ന സൗഹൃദപരമായ തർക്കങ്ങളാണ്. അത് ഈ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസങ്ങളാണ്. ഞാൻ ഈ പറയുന്ന പോലെ ക്ലോസപ്പുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലോഹിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു എൻ്റെ ഒരു പോസിറ്റീവ് സ്ട്രെങ്ത് ആണെന്നുള്ളത് ഒരുപാട് പേര് പിന്നീട് ഇതുപോലെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ എൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഡയറക്ടർ കമൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിബി എങ്ങനെയാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് നമ്മളെ ഇമോഷണലി ഒലച്ചു കളയുന്ന സീൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കഴിവല്ല, അത് എഴുത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു എഴുതുന്നയാൾ എന്നെ അത്രമാത്രം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, എന്നെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊവോക്കിങ് എനിക്കുണ്ടായാൽ ഞാൻ അതിൻ്റെ മുകളിൽ എനിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. എന്നെ ചലഞ്ച് ചെയ്താൽ അതിൻ്റെ മുകളിൽ ഞാൻ ചലഞ്ച് ചെയ്യും. എഴുത്തുകാരനെ ബഹുമാനത്തോടെ അയാളുടെ അതെ അയാൾ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് അങ്ങനെ വരുമ്പോൾ അത് വാശിയോ വൈരാഗ്യമോ മത്സരമോ ഒന്നുമല്ല. അതൊരു ക്രിയേറ്ററുടെ എന്താണ് നമുക്ക് കിട്ടിയ എഴുത്തിനോടുള്ള ബഹുമാനമാണത്.